ഈവനിങ് ആകുമ്പോൾ ഞാൻ ഈശലും കൂടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കും കേട്ടോ. ആ സമയത്ത് ഈശലുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത പള്ളിയിലത്തെ അമ്പ് പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ആളിങ്ങനെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതേ ആഘോഷ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് പടക്കം പൊട്ടിക്കലും ചെണ്ടമേളം എല്ലാം അതായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ അയൽവാസികളും എല്ലാവരും ചേർന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് റോഡ് സൈഡിൽ വന്ന് നിൽക്കുക. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ വീട്ടിൻ്റെ അവിടെ നിന്നിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ വീഡിയോ എടുത്തത്. അങ്ങോട്ട് അധികം പോയില്ല. എനിക്ക് പടക്കം കുറച്ച് പേടിയുള്ളത് കൊണ്ടും ഇനീഷ്യലി പേടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടും ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. സംഭവം ഈശ്വലുവിന് പേടിയില്ല, ഇരിക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പേടി. പിന്നെ ഇക്കു വന്നപ്പോൾ ഞങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി നമുക്ക് കൊട്ടൊക്കെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കേൾക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുത്തെ പെരുന്നാൾ കാണാനായിട്ട് വരുന്നത്. ഇപ്രാവശ്യം ഈശ്വലും കൂടി ഉള്ള കാരണം നല്ല രസമാണ് കേട്ടോ. ഈശ്വലുവിന് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര രസമായിട്ട് എല്ലായിടത്തേക്കും മാറി മാറി നോക്കുമായിരുന്നു. ഒരുപാട് കളേഴ്സും ലൈറ്റ്സൊക്കെ ഉള്ള കാരണം ഒരു പ്രത്യേക രസം തന്നെയല്ലേ കാണാനായിട്ട്. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു പെരുന്നാൾ കാണുന്നത്. ഓരോ ടീമിൻ്റെ അമ്പുകളും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് അവിടെ ഓരോ ടീമും ഇങ്ങനെ കൊട്ടുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പള്ളിയിലാണെങ്കിൽ ഇങ്ങനെ ലൈറ്റ്സ് മാറി മാറി കളിക്കുന്നുണ്ട്. അത് കാണാനായിട്ടും ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇങ്ങനെ നിറയെ ലൈറ്റ്സും കളേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഹാപ്പിയായി തിരിച്ചു പോവാണ് കേട്ടോ. വീട്ടിലെത്തിയ ശേഷം ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് കാണാനായിട്ട് അടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.